തടി കയറ്റിയ ലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. തൃശൂർ തൃപ്രയാറിൽ ഉടങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടിയാണ് ലോറി കയറി ഇറങ്ങിയത്. അപകടത്തിൽ 7 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. നാട്ടിക ആ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. JK സിനിമാസ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട്. അതിന് തൊട്ട് മുമ്പിൽ ദേശീയപാതയുടെ ജോലികൾ നടക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ലോറി നേരെ ഈ ഭാഗത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നതനുസരിച്ച് നമുക്ക് ഇത് റോഡിൽ കിടന്നുറങ്ങുന്നതാണ് തോന്നിയേക്കാം, പക്ഷെ എങ്ങനെയല്ല. അതായത് ഈ സ്ഥലത്ത് ഇത് ദേശീയപാതയുടെ ജോലി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തുകൂടെ ഈ വഴിയിലൂടെയാണ് സാധാരണഗതിയിൽ ദേശീയപാതയിലൂടെ വണ്ടികളെല്ലാം തന്നെ എത്തുന്നത്. ആ വാഹനങ്ങൾ ഇവിടെ എത്തി ഡൈവേർഷൻ ബോർഡിലൂടെ തിരിഞ്ഞ് വേണം നേരെ പോകാനായി. തൃപ്രയാർ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകാനായി ഇതിനെ വേണം പോകാൻ. പക്ഷേ ഇപ്പോൾ ഇടിച്ച ഈ ലോറി എന്ന് പറയുന്നത് ഇതിലൂടെ നേരെ ഈ കാണുന്ന വഴിയിലൂടെ നേരെ ഇടിച്ച് ഉള്ളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇവിടെ സാധാരണഗതിയിൽ വാഹന ഗതാഗതമോ ജോലികളോ ഒന്നും തന്നെ നടക്കാത്തതിനാൽ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നാടോടികളാണ് അവർ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ആ കിടന്നുറങ്ങുന്നവരിൽ ഉണ്ടായിരുന്നത്. അവർ നേരെ ഈ ഭാഗത്തൂടെ വാഹനം കയറി വന്ന് നേരെ ഈ കിടന്നുറങ്ങുന്ന അവരുടെ ആ കിടന്ന് ഉറങ്ങിയ സ്ഥലമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പായയും അതുപോലെ തന്നെ ഭക്ഷണവും ഉൾപ്പെടെയുള്ളവ എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ബാഗ് ഉൾപ്പെടെയുള്ളവ ഇവിടെ നിരവധിയായ ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്താണ്, അതായത് ഈ ഒരു സ്ഥലത്താണ് അവർ കിടന്നിരുന്നത്. വാഹനം നേരെ കയറി അവരെയും പിടിച്ചുകൊണ്ട് നേരെ ദേഹത്തോടെ കയറി അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാഗത്തുള്ളവരാണോ? എന്താ സംഭവിച്ചെന്ന് അറിയുമോ നമുക്ക്? ഇല്ല, പറഞ്ഞിട്ട് അറിയുന്നു. അവിടുന്ന് വണ്ടിയുടെ ലോറി വന്നു, അവിടുത്തെ ബ്ലോക്ക് തിരിച്ച് കയറിപ്പോയി. ഇതിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇതുള്ളതാണോ? ആളുകൾ ഇവിടെ കിടക്കാറുള്ളതാണോ? നാടോടികളാണ്? എങ്ങനെയാണ്? ഇവിടെ കിടക്കാൻ തന്നെ അവിടെ കുറച്ച് സ്വസ്ഥമായ സ്ഥലമാണ്. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇവിടെ വണ്ടികളൊന്നും പോവില്ലല്ലോ സാധാരണ അല്ലേ? അപ്പൊ അവിടെ എങ്ങനെ സംഭവിച്ചെന്ന് വല്ല പിടിയുണ്ടോ? അതായത് അറിയില്ല, പറഞ്ഞിട്ട് അറിയുന്നു. ഈ ലോറി എവിടെയാ? ലോറി അവിടെ ഈ അപകടത്തിന് ശേഷം അങ്ങോട്ട് പോയതാണോ അതോ അറിഞ്ഞില്ലേ നിർത്താണ്ട് പോവാണോ ഇത്? അങ്ങനെ പോയി. റോഡ് ക്ലോസ് ആയി. അത് എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നിന്നാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. 5 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. 5 പേരുടെ ദേഹത്തുകൂടെ വാഹനം കയറിറങ്ങുകയായിരുന്നു. അവർ തൽക്ഷണം തന്നെ മരിച്ചു. തടി ലോറി ആയതിനാൽ തന്നെ ഈ അധിക സമയം അവർക്ക്, അതായത് ഈ ജീവനോടെ ഉണ്ടാകാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രയും ടൺ കണക്കിന് ഭാരമാണ് ദേഹത്തൂടെ കയറി ഇറങ്ങിയത്. ഈ ഭാഗത്ത് ഈ ഒരു ഷീറ്റ് വിരിച്ചാണ് ഇവരെല്ലാം തന്നെ കിടന്നിരുന്നത്. അവരുടെ ഭക്ഷണ സാധനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ ഇവിടെ തന്നെയുണ്ട്. ഈ മേഖലയിൽ സാധാരണഗതിയിൽ ദേശീയപാതയുടെ ജോലി നടക്കുന്നുണ്ട്. കുറച്ച് ഭാഗം മാത്രം ടാർ ചെയ്തിരിക്കുകയാണ്. ആ കുറച്ച് ഭാഗം മാത്രം ടാർ ചെയ്തിരിക്കുന്നതിൽ തന്നെ ആ ഭാഗത്ത് മാത്രം അവർ താമസിക്കുകയാണ് പ്രധാനമായും ചെയ്തിരുന്നത്. മറ്റ് ശല്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് സ്വസ്ഥമായി ഇവിടെ കിടന്നുറങ്ങാമെന്നുള്ളൊരു ധാരണയിലായിരിക്കാം ഒരു പക്ഷേ ഇവരെല്ലാം തന്നെ ഇവിടെ കിടന്നിരുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി ഇവിടെ എത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മരിച്ചവരുടെ മൃതദേഹം തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പരിക്കേറ്റവരെയും ജില്ലാ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എല്ലാമായി ഈ കൊടുങ്ങല്ലൂരിലേക്കും എല്ലാമായി മാറ്റിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായൊരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് കിടന്നുറങ്ങുകയായിരുന്ന നാടോടികളുടെ ദേഹത്തുകൂടിയാണ് വാഹനം കയറി ഇറങ്ങിയിരിക്കുന്നത്. ഒരു കുട്ടി ഉൾപ്പെടെയുള്ളവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കുട്ടിയുടെ ദേഹത്തുകൂടി ഉൾപ്പെടെ വാഹനം കയറി ഇറങ്ങി എന്നുള്ളത് അതിദാരുണമായ സംഭവം. അതായത് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ആ ഒരു സമയത്ത് ഈ ഭാഗത്തേക്ക് വരാൻ തന്നെ പറ്റുമായിരുന്നില്ല. കാരണം അത്രയധികം ഒരു ഈ ദേഹത്തൂടെ എല്ലാം തന്നെ വാഹനം കയറി ഏറെ പ്രയാസം, കാണാൻ പോലും പ്രയാസം എന്നുള്ള രീതിക്കായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്.